നാഷണൽ ഹൈവേ 66-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെട്ടിച്ചിറ മുതൽ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്ന ഓണിയിൽ പാലം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വെട്ടിച്ചിറ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വെട്ടിച്ചിറ വരെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വെട്ടിച്ചിറയിൽ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെയൊക്കെ കുറുകയായിട്ടൊരു ROBയുടെ വർക്ക് ആണ് വരുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗർഡറുകളുടെ വർക്കുകളും പിന്നെ അതുപോലെ തന്നെ മുകളിലുള്ള കുറച്ച് വർക്കുകളിലൊക്കെ കുറേയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലുള്ള ടാറിങ്ങും കാര്യങ്ങളും മണ്ണിട്ട് സെയിം ആക്കുന്നതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ വെട്ടിച്ചിറയിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏക ടോൾ ബൂത്ത് വരുന്നത്. അപ്പോൾ വെട്ടിച്ചിറയിൽ ടോൾ ബൂത്ത് ഈ കരിപ്പൂൾ ഭാഗത്താണ് ടോൾ ബൂത്ത് വരുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ ബൂത്താണ്. ടോൾ ബൂത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ആകെ 11 ടോൾ ബൂത്ത് എങ്ങാനും വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ടോൾ ബൂത്ത് വരുന്നതിനൊരു കൃത്യമായ കണക്കുകളുണ്ട്. 50 അല്ല 60 കിലോമീറ്റർ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏകദേശം ഓരോ 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് വേണമെന്നാണ് പുതുതായിട്ട് നമ്മുടെ NHAIയുടെ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ടോൾ ബൂത്ത് വരുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറയിലാണ്. ഏകദേശം ഓരോ ജില്ലയിലും ഓരോ ടോൾ ബൂത്ത് തന്നെ ആയിരിക്കും വരുന്നത് മിക്കവാറും. അപ്പോൾ ഇവിടുന്ന് കരിപ്പൂളിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കരിപ്പൂൾ ഭാഗത്താണ് ഈ വെട്ടിച്ചിറ ടോൾ ബൂത്ത് വരുന്നത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മളെ മെയിൻ വളാഞ്ചേരി ബൈപ്പാസ് എത്തുന്നതിൻ്റെ ഏകദേശം ഭാഗങ്ങളിൽ വരെയുള്ള ഭാഗത്തൊക്കെ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള വർക്കുകളൊന്നും നടന്നതായി കാണുന്നില്ല. ബേസിക്കായിട്ടുള്ള കുറേ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ അതിന് മാത്രമുള്ള വർക്കുകളൊന്നും ഈ ഭാഗത്ത് കാണുന്നില്ല. എന്നാലും നടക്കുന്നുണ്ട്. പിന്നെ ഡ്രെയിനേജ് വർക്കുകൾ അതുപോലെ ഉള്ള സൈഡിലുള്ള ഉയർന്നു നിൽക്കുന്ന മണ്ണുകൾ നീക്കം ചെയ്യുന്നതും അതുപോലെ തന്നെ പിന്നെ സേഫ്റ്റി വാളുകളുടെ വർക്കും അതൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. അതായത് ടാറിങ്ങിൻ്റെ ലെവൽ വർക്കുകളൊന്നും ഇവിടെ ഒന്നും വലിയ രീതിയിൽ എത്തിയിട്ടില്ല. പിന്നെ സർവീസ് റോഡുകളുടെ വർക്കുകൾ കുറേയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടെയൊന്നും സർവീസ് റോഡിലൂടെ അല്ല വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ടുണ്ടിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ സർവീസ് റോഡിലൂടെ കടത്തി വിട്ടിട്ടുള്ളൂ. വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന അതുവരെയുള്ള ഭാഗത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഏകദേശം പിന്നെ എൻട്രി എക്സിറ്റിൻ്റെ കാര്യങ്ങളാണ്. എൻട്രി എക്സിറ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഒന്നും പല ഭാഗത്തും ഒരു തീർപ്പായി കാണുന്നില്ല. എന്നാലും ഏകദേശം ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു എൻട്രി എക്സിറ്റ് വരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അതിലൊരു ചെറിയ സംശയമുണ്ട് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ. എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. ഇവിടെ സൈഡിലുള്ള സർവീസ് റോഡുകളുടെ വർക്കുകളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. മെയിൻ ഹൈവേയുടെ വർക്കുകളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എത്തി നിൽക്കുന്നുള്ളൂ. എന്തായാലും നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ മെയിൻ ആയിട്ടും ഈ വളാഞ്ചേരി ബൈപ്പാസ് വയൽ പ്രദേശത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള വയഡക്റ്റൊക്കെയാണ് നിർമ്മിക്കുന്നത്. പക്ഷേ ഈ ഭാഗങ്ങളിൽ തുടക്കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശമായതുകൊണ്ട് അവിടെയൊക്കെ മണ്ണ് എടുത്തുകൊണ്ടുള്ള വർക്കുകളാണ് കാണുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ നമ്മൾ വന്നപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് മണ്ണെടുത്തുകൊണ്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതായി കാണുന്നുണ്ട്. ഈ വളാഞ്ചേരി ബൈപ്പാസ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബൈപ്പാസാണ് മലപ്പുറം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപാട് വളവുകളും തിരിവുകളും കഴിഞ്ഞു പോകുന്നൊരു ബൈപ്പാസാണ്. പ്രത്യേകിച്ച് വട്ടപ്പാറ വളവ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്സിഡൻറ്റ് സംഭവിക്കുന്നൊരു ഏരിയ എന്നുള്ള രീതിയിൽ വളരെ കുപ്രസിദ്ധി നേടിയ ഒരു ഏരിയയാണ് ഈ വട്ടപ്പാറ വളവ്. വട്ടപ്പാറ വളവിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ വളവ് മാത്രമല്ല, അത് വട്ടപ്പാറ വളവിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടൊരു 4-5 വളവുകൾ, വലിയ വളവുകൾ. ഈ വളവുകളും അതിൻ്റെ ഒപ്പം തന്നെ വലിയ ഇറക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് വട്ടപ്പാറ വളവ് പലപ്പോഴും വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇതിൽ ആക്സിഡൻറ്റ് കൂടാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഈ വട്ടപ്പാറ വളവ് എന്ന് പറയുന്ന ഈ വളരെ ക്ലിയർ ആയിട്ടുള്ള വട്ടപ്പാറ ഏരിയയും വലിയൊരു വളവാണ്.
പ്രത്യേകിച്ച് ഈ ചരക്ക് ലോറികളൊക്കെ രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും കാഴ്ചയുടെ കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ആക്സിഡൻറ്റ് കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിൽ വരാൻ കാരണം. പിന്നെ വലിയൊരു വളവായതുകൊണ്ടും ഇറക്കമായതുകൊണ്ടും എല്ലാ സാധ്യതകളും ഈ അപകടത്തിന് കൂടുതലായിട്ട് കാരണമാകുന്നുണ്ട്. എന്തായാലും ഈ വട്ടപ്പാറ വളവ് ഈ ഒരു വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വരവോടുകൂടി മുഴുവനായിട്ടും ഇല്ലാതാവുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉയർന്ന പ്രദേശമായിരുന്നു. ഇവിടെയൊക്കെ മണ്ണ് ഒഴിവാക്കി ഇവിടെയൊക്കെ JCB ഉപയോഗിച്ച് മണ്ണൊക്കെ ഒഴിവാക്കി നിരത്തി ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തു വെച്ചത് നമുക്ക് കാണുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ മെയിൻ വലിയൊരു വയഡക്റ്റാണ് വരുന്നത്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരത്തിലുള്ള വലിയ വയഡക്റ്റാണ് വരുന്നത്. ഏകദേശം ഒരു 135ഓളം 130ൽ കൂടുതൽ വലിയ പില്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇരു ഭാഗങ്ങളായിട്ട് 65ഓളം പില്ലേഴ്സാണ് ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ തുടക്കത്തിലുള്ള ഭാഗങ്ങളൊന്നും വലിയ ഹൈറ്റ് ഇല്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുന്ന ഭാഗത്തൊക്കെ വലിയ ഹൈറ്റുള്ള പില്ലേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പില്ലേഴ്സുകളുടെയൊക്കെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗങ്ങളുടെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 മാസം മുമ്പ് നമ്മൾ വന്നപ്പോൾ ഉള്ള വർക്കുകൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് പില്ലേഴ്സിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരുപാട്. പിന്നെ പല ഭാഗങ്ങളിലും മറ്റുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ മുകളിലുള്ള ഗർഡറുകൾ വെച്ചതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 സ്പാനുകൾ കുറേ സ്പാനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പല ഭാഗത്തും കോൺക്രീറ്റ് പോലും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പുരോഗതി ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് 2 അണ്ടർപാസുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എത്രമാത്രം ഹൈറ്റ് ഉണ്ട് ഈ ഭാഗത്തുള്ള പില്ലേഴ്സുകളുടെ എന്നൊക്കെ പറയുമ്പോൾ. ഈ ഭാഗത്ത് മാത്രം ഒരു 5-6 ക്രെയിനുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സമയം മാത്രം. അപ്പോൾ 5-6 ക്രെയിനുകൾ ഈ ഭാഗത്ത് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മെയിനായിട്ടും ഗർഡറുകൾ എടുത്തു വെക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മെയിൻ അത്യാവശ്യം ഹൈറ്റുള്ള ഓരോ പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 5-6 നിലകളുടെ ഹൈറ്റൊക്കെ ഇവിടെ പില്ലേഴ്സുകളുണ്ട്. 5-6 നിലകളുടെ ഹൈറ്റുകളൊക്കെ ഓരോ പില്ലേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം സെൻറ്റർ ഭാഗത്തുള്ള നല്ല ഹൈറ്റ് കൂടിയ ഏരിയയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ 4-5 ക്രെയിനുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 5-6 ക്രെയിനുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഒരുപാട് ക്രെയിനുകൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ക്രെയിനുകൾ കൂടുതലായിട്ട് ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും. അതിനുമാത്രമുള്ള വേഗത്തിൽ തന്നെയാണ് ഇവിടെ വർക്കിൽ നടക്കുന്നത്. മെയിനായിട്ട് ഗർഡറുകൾ ഇതിൻ്റെ മുകളിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഭാഗങ്ങളുടെ വർക്കുകളൊക്കെ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെയാണ്. ഇതിപ്പോൾ ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം വരുന്ന വയഡക്റ്റ് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ വരുന്ന വയഡക്റ്റാണ് കുറച്ച് ദൂരമുള്ള 1 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു വയഡക്റ്റ് വരുന്നത്. മലപ്പുറം ജില്ലയിൽ എന്തായാലും ഇതിനേക്കാൾ വലിയൊരു വയഡക്റ്റ് ഇല്ല. ഇപ്പോൾ വളാഞ്ചേരി വയഡക്റ്റിനേക്കാൾ വലുത്. അപ്പോൾ കേരളത്തിൽ തന്നെ ഈ 2 കിലോമീറ്റർ ദൂരത്തിലുള്ള വയഡക്റ്റുകൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ്. എന്തായാലും ഇവിടെയൊക്കെ മാത്രമല്ല വയഡക്റ്റുകൾ ഉണ്ടെങ്കിലും ഇത്ര ഹൈറ്റിലായിട്ട് വളരെ വലിയ ഹൈറ്റ്, ഇപ്പോൾ നമ്മൾ 4-5 നില ബിൽഡിങ്ങുകളുടെ ഹൈറ്റുകളുണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈറ്റുകളുണ്ട്. ഇത് നേരിട്ട് വന്ന് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് ഫീൽ ചെയ്യും. വട്ടപ്പാറ വളവെന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഒരു വളവ് ഇല്ലാതാക്കുന്നു എന്നുള്ളത് ഈ ഒരു ബൈപ്പാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണമാണ്, ഉപകാരമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അതോടൊപ്പം തന്നെ വളാഞ്ചേരി എന്ന് പറയുന്ന ടൗണ്, അതുപോലെ തന്നെ കാവുംപുറം എന്ന് പറയുന്നത് വലിയൊരു ടൗണല്ല, അതിന് മാത്രം ബ്ലോക്കുകൾ ഉണ്ടാവുമായിരിക്കില്ല. പക്ഷേ വളാഞ്ചേരി ടൗൺ എന്ന് പറയുന്നത്, വളാഞ്ചേരി ജംഗ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് വരുന്ന ഒരു ഏരിയയാണ് വളാഞ്ചേരി. അതായത് 4 മെയിൻ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്ന, ഒരു ഭാഗത്ത് പാലക്കാട് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന റോഡും, അതുപോലെ തന്നെ മെയിൻ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്നതും, അതുപോലെ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്നതും, അതുപോലെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ജംഗ്ഷനാണ്. എല്ലാം വലിയൊരു ടൗണുകളിലേക്ക് പോകുന്ന ഭാഗങ്ങളായതുകൊണ്ടും
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈവേ പാത ആയതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ട്രാഫിക് ജംഗ്ഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ബ്ലോക്കുകളാണ് ഉണ്ടാവാറുള്ളത്. മണിക്കൂറുകളോളം ബ്ലോക്കുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ഏരിയയിലൂടെ കടന്നു പോകുന്ന വലിയ വാഹനങ്ങൾക്ക് തീർച്ചയായും അത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ നടക്കുന്ന മുകൾ ഭാഗത്ത് നടക്കുന്ന കോൺക്രീറ്റൊക്കെയാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് പല ഭാഗത്തും ഈ കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് സൈഡ് സേഫ്റ്റി വാളുകളുടെ അല്ലെങ്കിൽ ക്രാഷ് ബാരിയറുടെ വർക്കുകളും ഒക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഭാഗത്ത് ഇനിയും ഗർഡറുകൾ വെക്കാനുണ്ട്, പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. എന്നാലും കുറേ ഭാഗങ്ങളിലൊക്കെ മെയിൻ മുകൾ ഭാഗത്തുകളിലെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ടാറിങ്ങിൻ്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഏകദേശം ഇതിൻ്റെ ഒരു രൂപഘടന എന്ന് പറയുന്നത് ഓരോ പില്ലർമലും ഏകദേശം 14 മീറ്ററിലാണ് മെയിൻ മുകൾ ഭാഗം വരുന്നത്. അതിൽ 3.5 മീറ്ററിലുള്ള 3 റോഡുകളാണ് ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നടപ്പാത ആയിട്ട് ഒരു മീറ്റർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഭാഗങ്ങളാണുള്ളത്. മെയിനായിട്ട് ഇത്ര ഏരിയയാണ്. അങ്ങനത്തെ 2 ഭാഗങ്ങളാണുള്ളത് ഈ ഭാഗത്ത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ വയഡക്റ്റ് കഴിയുന്നത് വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തായിരിക്കും സർവീസ് റോഡുകളൊക്കെ വരാൻ സാധ്യത. അപ്പോൾ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗത്തായിരിക്കും ഈ സർവീസ് റോഡ് വരാനുണ്ടാവുക. അപ്പോൾ ഏതായാലും പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ വയഡക്റ്റ് അവസാനിക്കുന്നത്. ഈ ഭാഗത്തുള്ള കുറച്ച് മണ്ണിട്ട് ഉയർത്തുന്നതിനുള്ള വർക്കുകളാണ് ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവുക. പിന്നെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗർഡറുകളൊക്കെ നിർമ്മിച്ച് വെച്ച ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഗർഡറുകളൊക്കെ മുഴുവനായിട്ടും നിർമ്മിച്ച് വെക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗർഡറുകൾ ഇവിടെ നിർമ്മിക്കുന്നു. പിന്നെ അതിനുശേഷം വലിയ ലോറികൾ എടുത്തുകൊണ്ട് ഇതിൻ്റെ കഴിഞ്ഞിട്ട് കുറച്ച് മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഗർഡറുകൾ മുഴുവനായിട്ട് നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിന് ഓരോ സമയത്തും ആവശ്യം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഓരോ ലോറികളിലും ഗർഡറുകൾ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഒരുപാട് ഗർഡറുകൾ, ഇതിൻ്റെ വേണ്ടിയുള്ള എല്ലാ ഗർഡറുകളുടെയും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒന്നും ഇവിടെ ഗർഡറുകൾ നിർമ്മിക്കുന്നതിനുള്ള വർക്കുകളൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഈ ഭാഗത്ത് തന്നെ 2 അണ്ടർപാസുകൾ ഇന്നുണ്ട് ഈ വളാഞ്ചേരി ബൈപ്പാസിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ട്രീം ട്രെയിനിങ് ഉണ്ട്. പിന്നെ ഒരുപാട് കലുങ്കുകളുണ്ട്. സ്ട്രീം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ തോടുകൾ ഗതി മാറ്റി ഒഴുക്കുന്നതിനാണ് ഈ സ്ട്രീം ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ കലുങ്കുകളുണ്ട്. ഈ വയൽ പ്രദേശത്തായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ തടസ്സം വരാതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഭാഗത്ത് കലുങ്കുകളുണ്ട്. ഒരു 8-10 സ്ഥലങ്ങളിലൊക്കെ കലുങ്കുകൾ വരുന്നുണ്ടാവും. കൃത്യമായ കണക്കുകൾ കലുങ്കുകളിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ തുടക്ക ഭാഗത്താണ്, നമ്മളെ തുടക്കമല്ല എങ്കിൽ അവസാന ഭാഗം. അപ്പോൾ ഇവിടെയും ഒരു ഓണയിൽ പാലം വരെയാണ് ഇതിൻ്റെ ഒരു വർക്ക് ഈ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ അവസാനം വരുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഭാഗത്താണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കരിങ്കല്ലും സൈഡ് ഭാഗത്തുള്ള ഭിത്തികളൊക്കെ നിർമ്മിച്ചതിൽ കരിങ്കല്ലുകളുടെ ഇടയിലൂടെ ചെറിയ നെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട്, പ്രത്യേക രീതിയിലുള്ള നെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് വെച്ചത് കാണുന്നുണ്ട്. അപ്പോൾ അതായത് കരിങ്കല്ല് പീസുകൾ അടർന്നു വീഴാതിരിക്കാനുള്ള രീതിയിലുള്ള ലോക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഓണയിൽ പിന്നെ അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിഭാഗത്തിലൂടെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വരുന്നത്. വളാഞ്ചേരി ബൈപ്പാസാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നാഷണൽ ഹൈവേ 66 ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.